നിന്നെ പ്രശംസ മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ
പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്നു. താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചുകെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണമാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചിതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലേ വന്നത് എന്ന് പറഞ്ഞു. ഹബീബായി ബാരിക്കുമോ.
കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു വരുത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായ ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാവുന്നു. ആഹായി ബാറയ്ക്കുമോ മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും കന്യക മറിയാമിൽ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ആകയാൽ നീ ബലിപീഠത്തിൽ വഴിപാടർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ അവിടെ വെച്ച് നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ല വിരോധമുള്ളതായി ഓർത്താൽ വഴിപാട് അവിടെ ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പോയി ആദ്യമായി സഹോദരനോട് രമ്യമാകുക. പിന്നീട് വന്ന് നിന്റെ വഴിപാട് നടത്തുക. നീ വഴിക്ക് വെച്ച് തന്നെ പ്രതിയോഗിയോട് വേഗത്തിൽ ഐക്യപ്പെടുക. ഇല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപന്റെ പക്കലേൽപ്പിക്കുകയും ന്യായാധിപൻ സേവകനെ ഏൽപ്പിക്കുകയും അങ്ങനെ നീ കാരാഗ്രഹത്തിലാക്കപ്പെടുകയും ചെയ്യും. കടശിക്കാശ് പോലും കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് നീ പുറത്തിറങ്ങിയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് താൻ കൽപ്പിച്ചാൽ ചെയ്തു. ബാറയ്ക്കുമോ ശൈനോ ലക്കുൽഹു
പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹാതമ്പുരാനെ, നീ കാലത്തികവിൽ മറിയാമിൽ നിന്ന് ഞങ്ങൾക്കായി വെളിപ്പെട്ട ബേത്ലഹേം ഓഫർത്തായിൽ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യോർദാൻ നദിയിൽ വെച്ച് നീ പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാനാൽ ഏറ്റുപറയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോൽഗോത്തായിൽ തൂക്കപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ കയറ്റുകയും തന്മൂലം മരണത്തിന്റെ അധികാരത്തെ നീക്കുകയും ചെയ്ത രക്ഷാകരമായ ഈ കൂദാശ നീ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും സ്വജാതികളും വിജാതികളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മീയ വിരുന്ന് ഞങ്ങൾക്കായി തയ്യാറാക്കുകയും ചെയ്തു. നിനക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനി യോഗ്യമാകുന്നു. കുൽഹുനിയാമോസോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഒരു നാളും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളാകുന്ന എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. എന്റെ നാഥ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. തമ്പുരാനെ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ
ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്ബാൻ ലവൽമീ. പാർക്കുമോ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനേ, നീ യഥാർത്ഥ പ്രധാനാചാര്യനും പാപപരിഹാര ബലിയും ആത്മീയ മേശയുമാകുന്നു. ഗോൽഗോത്തായിൽ നീ സ്വയം അർപ്പിച്ച് ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്ന പിതാവിനെ പ്രീതിപ്പെടുത്തുകയും സ്വന്തം രക്തം മൂലം മേലുള്ളവരെയും താഴെയുള്ളവരെയും നിരമ്യപ്പെടുത്തുകയും ചെയ്തു. ഭ്രമിക്കത്തക്കതായ ഈ സമയത്ത് തിരുമുമ്പാ നിൽക്കുന്ന അടിയനിൽ കരുണയോടും ദയവോടും കൂടി നോക്കണമേ. ഇതാ ഈ സമയത്ത് മാലാഖമാർ വിറയ്ക്കുന്നു, റീശേ മാലാഖമാർ ഭ്രമിക്കുന്നു, റീശേവോസൈന്മാർ അത്ഭുതപ്പെടുന്നു, മൗത്തുബേന്മാർ ഹല്ലേലൂയ പാടുന്നു, ക്രൂബേന്മാർ ബ്രീക്കുയി കോറെ ചൊല്ലുന്നു, ശ്രോപ്പേന്മാർ കാദീശ് പാടുന്നു. പരിശുദ്ധാത്മാവ് അതിവേഗം അദൃശ്യമായി പറന്നിറങ്ങി ഈ വിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നത് അഗ്നിമയവും അദൃശ്യവുമായ നയനങ്ങളാൽ മാലാഖവൃന്ദം സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നു. കർത്താവേ, ബലഹീനും പാപിയും ദോഷിയുമായ അടിയൻ ചെയ്തു പോയ തെറ്റുകളെ നീ ശ്രദ്ധിച്ചിട്ട് നിന്റെ ഇടവകയിലെ വിവേകികളായ ആടുകളിൽ നിന്ന് നിന്റെ വിശുദ്ധ റൂഹായെ നീ തടയരുതേ. നിന്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ ഇടവകയിൽ നിന്ന് അടിയന്റെ പാപങ്ങൾ മൂലം നിന്റെ കരുണയെ നീ വിരോധിക്കരുതേ. പിന്നെയോ കർത്താവേ, മാലാഖമാർ പോലും നോക്കുവാൻ ആഗ്രഹിക്കുന്നതായ നിന്റെ മഹാവിശ്വസ്ഥലത്തെ പ്രവേശിക്കുവാൻ അടിയനെ അർഹനാക്കി തീർത്ത നിന്റെ കൃപയാലും മഹാകരുണയാലും നിന്റെ ജനത്തിന്റെ പാപത്തെ നീ മോചിക്കുകയും നിന്റെ ഇടവകയുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപിയായ ഞാൻ നിനക്ക് അർപ്പിക്കുന്ന ഈ ബലി അംഗീകരിച്ച് ഇതുമൂലം പാപികൾക്ക് പാപപരിഹാരം നൽകണമേ. ഇതിനാൽ തെറ്റുകാരോട് ക്ഷമിക്കണമേ. ഇതിനാൽ അനുതാപികളെ കൈക്കൊള്ളണമേ. ഇതിനാൽ കുറ്റക്കാരോട് ക്ഷമിക്കണമേ. കോപിച്ചിരിക്കുന്നവരെ ശാന്തപ്പെടുത്തണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ സംയോജിപ്പിക്കണമേ. കലഹങ്ങളെ മായ്ച്ചു കളയണമേ. ശിക്ഷകളെ നീക്കിക്കളയണമേ. അശുദ്ധരെ ശുദ്ധീകരിക്കണമേ. പക്വതയില്ലാത്തവരെ പരിപക്വതയുള്ളവരാക്കി തീർക്കണമേ. ആചാര്യവൃന്ദത്തെ പ്രശോഭിക്കണമേ. ശമാശന്മാരെ ശ്രേഷ്ഠരാക്കണമേ. ഈ ഹിതക്കാരെ കാത്തുകൊള്ളണമേ. സഭാമക്കൾക്ക് വിശ്വാസ സ്ഥിരത നൽകണമേ. ദയറാകളെ നിലനിർത്തണമേ. ബ്രഹ്മചാരികളെ കാത്തുകൊള്ളണമേ. വിവാഹിതരെ അനുഗ്രഹിക്കണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് പാപപരിഹാരം നൽകണമേ. വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും വായുകളിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്ബാൻ ലവൽമീ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ഞാനോ ബലഹീനനും മഹാപാപിയുമാകുന്ന ദാസനാകുന്നു. എന്റെ തമ്പുരാനെ അവിടുത്തെ തിരുമുമ്പാകെ അടിയൻ ഇപ്രകാരം കീർത്തിച്ചുകൊണ്ട് ചൊല്ലുന്നു. കാദീശ് ആബോ കാദീശോ. കാദീശ് ബ്രോ കാദീശോ.
റൂഹോ ആയോ കാദീശോ ദം ഖാദേ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിന്മേൽ രണ്ടു ലോകങ്ങളിലും കരുണ തോന്നി മനസ്സലിഞ്ഞുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. മത്രൈഹും വൽമേലവോലം വൽമീ. ദിവ്യജ്ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവരുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യമായ ദൈവത്തിനെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ലോകത്തിലും സർവ്വലോകത്തിലും പിതാവും മനുഷ്യരും പ്രകാശവും സത്യദേവത്തിലുള്ള സത്യദേവവും ജയിച്ചവരും ശിശുക്കളാകും സാരാംശത്തിൽ ഭാവനോട് സമത്വമുള്ളതും സർവ്വമായി നിർമ്മിച്ചവരും മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി പുനഃസാമ്പ്രാവും സ്വർഗത്തിൽ നൽകി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധമില്ല ശരീരമായി തീർന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി പുരുഷൻ നൽകപ്പെട്ട കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം കുടുങ്ങിയിട്ട് സമുദ്രത്തിലേക്ക് വരെയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗം തരുവാനും ജീവനോടെ മരിച്ചവരെയും വിളിപ്പാൻ പലവരെ നടക്കുന്നതോടെ ഇനിയും സ്വാമിയായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്നവർ താഴും പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും വലിയമായ സ്നേഹമാരും സാംശമായ ജീവൻ വിശുദ്ധമായ പാപമോചനത്തിന് മാമോദീസ പുതിയ ജീവനായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ശ്രേഷ്ഠരെ, ഞാൻ അർപ്പിക്കുന്ന ഈ തിരുബലി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്ലോമോമയും കർത്താവിൻ സ്ലോമോമേ വാസം ചെയ്തിടപ്പെന്നും പരിശോധനയും ശ്രീനോയും നമ്മെ കാക്കട്ടെന്നാണ്. പരിശോധനയും ശ്രീനോയും നമ്മെ പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിനു ശേഷം കരുണയുള്ളവർ താൻ മുൻപാകെ നാം തല ഉണിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ദാമുമ്പാ തല ഉനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ കൊട്ടക്കാരനകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയും സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെയും സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം.
സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോട് ഒരുമിച്ച് കീർത്തന ശബ്ദങ്ങളാൽ ഞങ്ങൾക്ക് ആദീശ് പാടി ഉച്ചസ്ഥരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാഖിൻ ഖോയേൻ വമറി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തന്റെ തൃക്കൈകളിൽ താൻ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച ശേഷം സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് പരിശുദ്ധ സ്നേഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവരോട്, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം വൽമീ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയതായ കാസായും താൻ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പരിശുദ്ധ സ്നേഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവരോട്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവീൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്നു എന്നല്ല ചെയ്തു. വൽഹായ് തൽവോലം വൽമീ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവീൻ എന്ന് താൻ അവരോട് കൽപ്പിച്ചാൽ ചെയ്തു. അദാമോ ദോസേ
തമ്പുരാനെ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്മരണയെ നിർവഹിച്ചുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ മാലാഹമാരുടെ കൂടെ മഹത്വത്തിൽ നീ വരുമ്പോൾ നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കുകയും തിരുസന്നിധിയിൽ ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുവാനായി സകല വാങ്ങിപ്പോരെയും പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് നിന്റെ അജഗണങ്ങളെ ഇടത്തും വലത്തുമായി നീ നിർത്തുകയും എല്ലാവരും അവരവർക്ക് അർഹമായ പ്രതിഫലത്തിനും അവരവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾക്കുമായി നോക്കി പാർക്കുകയും ചെയ്യും. അപ്പോൾ തമ്പുരാനെ കഠിനവും മരണകരവുമായ വാക്ക് നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. ശപിക്കപ്പെട്ടവരെ എന്റെ അടുക്കൽ നിന്ന് പോകുവീൻ, നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന് ഞങ്ങളോട് നീ പറയരുതേ. നിന്റെ ഭവന അവകാശത്തിൽ നിന്ന് ഞങ്ങൾ അന്യരായി തീരരുതേ. തിരുമുഖം ഞങ്ങൾ നിന്ന് തിരിക്കുകയും അരുതേ. കർത്താവേ, കോപത്തോടെ ഉഗ്രമായി ഞങ്ങളെ നീ നോക്കരുതേ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ ബലഹീനതകളും നിന്റെ വിശുദ്ധ ഹൃദയത്തിൽ നീ സ്മരിക്കുകയും വരുതേ. കർത്താവേ, ഞങ്ങളെ ന്യായം വിസ്തരിപ്പാൻ നീ തുനിയരുതേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങളെ നീ ആക്കി തീർക്കരുതേ. ശത്രുക്കളോടെന്ന പോലെ ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. അന്യരെ പോലെ ഞങ്ങളെ നീ നിരസിക്കരുതേ. കർത്താവേ, നിന്റെ തീരുമാനത്തെ ഗ്രഹിക്കുകയും നിന്റെ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്തവരായ ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. സുസ്ഥിരവും നിർവ്യാജവുമായ നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഞങ്ങളോട് നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. നിന്റെ അവകാശത്തിന്റെ മേലും നിന്റെ ഇടവകയിലെ ആടുകളിന്മേലും നിനക്ക് കൃപ തോന്നണമേ. ഇപ്രകാരം നിന്റെ സഭ നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാനായ അനുഗ്രഹം ചെയ്യണമേ. ജീവനുള്ള പരിശുദ്ധ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനുമേൽ പൊരുന്നി ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. എന്റെ കർത്താവേ, എന്നോടുത്തരമരുളി. നല്ലവനെ, ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ കടങ്ങൾ പരിഹരിക്കുന്ന ശരീരവും പാപങ്ങൾ ക്ഷമിക്കുന്ന ശരീരവും കറകളെ വെണ്മയാക്കുന്ന ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായെ പാപങ്ങൾ പരിഹരിക്കുന്ന രക്തവും
തിന്മകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന രക്തവും പരീക്ഷകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. ഈ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അർഹരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുലസ്ബാൻ ലവൽമീ. ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ അപ്രേമിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭകളുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യാഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ ശ്രദ്ധിച്ചു കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്ബാൻ ലവൽമീ. നാലുഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാളെയും സത്യവിശ്വാസം നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും സുഹൃത്തുള്ളവരെ തിരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്ബാൻ ലവൽമീ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് പാകൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യന്യ ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ നിബന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ട കാരണമായ മാർ യൂഹാനും അബ്ദാനായും സമാസന്മാരെ പ്രധാനിയും
സഹോദരന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലിഹന്മാരിൽ വന്മാരെ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാശങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങളിലേക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുൽ അസ്ബാൻ ലവൽമീ. ബാറുക്കുമോൻ ശ്ലൈകികവും കുറ്റരഹിതവുമായ വിശ്വാസിയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തുനോ പോലീസിലും എഫേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമത്യോസും ഫെലക്സീനോസും അന്തീമോസും മിയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായിട്ട് തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനുമായ മാർക്കൂറിയലോസും സുറിയാനിക്ക് ആടുകിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പുണ്ടിരിക്കുന്ന മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ നമ്മുടെ പാത്രീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ മാറിയാക്കോ പ്രധാനായും മാറപ്രേമം മാറിയാക്കവും മാർസുനാക്കും ആത്മാലായും ദുഃഖിതമാത്രനായ മാർബസുമായ മാർസമോദുസ്തനെയും തിരഞ്ഞെടുക്കപ്പെട്ട മാറപകായും എൽദുവും മാർബസേലിയോസും മലങ്ങളുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവിടെ ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വബ്കുൽ അസ്ബാൻ ലവൽമീ. അരൂപികളുടെയും സകലജനങ്ങളുടെയും പിതാവാൻ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ചു പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകളെ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു.
വിശ്വാസത്തോടെ ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്ന സകലമനുഷ്യരെ നീ ആശ്വസിപ്പിച്ച് പുള്ളി കൊടുത്തവരെ മനസ്സോടാതെ അറിവോടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോടും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതിൽ നിന്നും പാപഭാരങ്ങളെ നീക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനും ആയിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബുകുലസ്ബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. റഹ്മാദാലോഹോ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളെയും അധരങ്ങളെയും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പുണ്യമോട് നിന്ന് ഞങ്ങളെ വിശ്വസിക്കണമേ. എന്നുള്ള രാജ്യശക്തിയും മഹത്വം ബലഹീനരായ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. പരീക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും ആകുന്നുവല്ലോ. ഹോശോ വബ്കുൽ അസ്ബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ളവർ താൻ രൂപാകനാ തലകുടിക്കണം. കർത്താവേ, നിന്റെ അദൃശ്യമായ വലയത്തിൽ കൈനീട്ടി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെ നീക്കി ഞങ്ങളെ വെടിപ്പാക്കുകയും ചെയ്യണമേ. നിന്റെ ഏകപുത്രന്റെ ശരീരക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബ്കുൽ അസ്ബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മൗത്തമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും കുറയിലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു.
കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോട് രാജമകൾ ബലമായി രാജഭാമിനിയും സമാധാനം സ്തുതിതാതനും സുതനും പാവനറൂഹായിക്കും പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോ
സുതനും പാവനറുഹായിക്കും ആചാര്യന്മാരും മഹിമയനിന്നയവാന്മാരും ിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീ മൂലം ശുചിയോട് ശുദ്ധ്യാഭസ്കുദിശ ോ
ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസ എന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരത്തിനുള്ളാവുന്ന തീക്കട്ട രണ്ട് ലോകങ്ങളിലും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. പറയണം.
നീതീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിരുദരിശ രക്തങ്ങൾ അനുഭവിച്ചവരും അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്നവരുമായ നിന്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ അദൃശ്യമായ വലത്തിൽ കൈനീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ രക്ഷിതാവാകുന്ന യേശു മശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തവും ഒരു നാളും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ മനുഷ്യസ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടവിടാതെ സ്തുതി കരേറ്റുകയും ചെയ്യുന്നു. ഹോശോ വബുക്കുലസ്ബാൻ ലവൽമീ. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം.
മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് വലിയവനും വിസ്മേനീയനുമായ ദൈവമേ, വേദോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീ. Amin barekumo karalali veridum tada nirupama karuna sagarame dinamidilange yarpicho ബലിയെ കൈക്കൊള്ളുക. സായന്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതം ആർന്ന ക്ഷിതിപാലക നിധി ദാവീദിൻ പരിപാവനമാ ബലി പോലെ ആകാശങ്ങളിൽ ഭീതിയോടെ മോചിക്കുക കട ഭാരങ്ങൾ വേദനയാറ്റി സുഖമേറ്റി കരകളയെല്ലാം മായിക്കാം. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുകത് മാതാവേ. കർത്താവേ തുണ ആയവനേ, കാണിക്കണമേ ജീവവഴി. Slomo Ahain Habiba. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാവപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വാഴ്വുകളോടും കൂടെ വിശുദ്ധിയും മൗത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോയുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ വിശുദ്ധത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും മഹാപാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൈക്കൊള്ളപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ഒഴിക്കണമേ.